സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം. ആ. അവിടെ പോയിട്ട് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ എല്ലാരും ചൂതുകളിയാണ്. ചൂതോ ഇതെന്താ മഹാഭാരത സദസ്സോ? അല്ല അത് വേറൊരു കഥയാണ്. നമ്മള് കാസിനോയില് കാസിനോ അന്ന് ഇവിടെ ഈ ഷൊൾട്ടിയോപ്രോയില് നേപ്പാളിലും ഉള്ളു, ലാസ് വേഗസ് പോലെ. അപ്പോൾ അതേ ഷൊൾട്ടിയോപ്രോയിലാണ് ഞങ്ങൾ താമസിക്കുന്നതല്ല, 5 സ്റ്റാർ ഹോട്ടലാണ്. അതൊന്നും പുള്ളിക്ക് യാതൊരു കുറവില്ല, ലാവിഷാണ് പരിപാടിയല്ല. അതായത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി കുടിയോ ഒന്നും ഞാൻ ഒളിച്ചു കൊണ്ടുപോയില്ല. കൽക്കട്ടയിൽ നിന്ന് ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഫ്ലൈറ്റിൽ പോകുമ്പോൾ എല്ലാവർക്കും ഈ 2 പോക്കറ്റില് ബ്ലാക്ക് ലേബിൾ വാങ്ങി. കാരണം നമുക്ക് അങ്ങനെയുണ്ടല്ലോ, നമുക്ക് ഇന്ത്യയിൽ നിന്ന് വെളിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരും എപ്പോഴായാലും ഒരു പടം ചെയ്യുമ്പോ എന്നെ വിളിക്കണം. ഇതുവരെ ഒരാളോടും ചാൻസ് ചോദിച്ചിട്ടില്ല, ഒരാളോടും ചോദിച്ചിട്ടില്ല. അല്ല ഞാന് പ്രതിഫലം കുറഞ്ഞാലും കുഴപ്പമില്ല, വേണ്ട. അല്ല എന്റെ എല്ലാ പടങ്ങളും അങ്ങനെ തന്നെയാണ്. ഞാൻ അതിൽ ഇൻവോൾവ്ഡായി. ഏത് പടം എടുത്താലും അതിൽ ഞാൻ ഇൻവോൾവ്ഡ് ആവും. ഓർമ്മിക്കാൻ ഒരുപാടുണ്ട് IB ശശിയെ പറ്റി പറയാനുള്ളത്. കാരണം ഇത്രയും അടുത്ത ഒരു ഡയറക്ടർ എനിക്കുണ്ടായിട്ടില്ല. ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്, ഭരതനൊക്കെ എൻ്റെ ഡയറക്ടേഴ്സ്. പക്ഷെ ഇത്രയും ഞങ്ങൾ അടുത്ത് ഇതായിട്ടുള്ള IB ശശിയായിട്ട്